ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് IFRS 16 ലീസാണ്. IFRS 16 ലീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം IFRS 16 ലീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് FRലും അതേപോലെ തന്നെ SPRലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നല്ല വെയിറ്റേജ് വരുന്ന ഒരു ഏരിയയാണ് IFRS 16 ലീസ് എന്ന് പറയുന്നത്. FRൽ സെക്ഷൻ B ക്വസ്റ്റ്യനിൽ നന്നായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ സിയിൽ കോംപ്ലക്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എന്ത് വരാറുണ്ട്, ലീസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറുണ്ട്. ഇനി SBRലും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ് IFRS 16 ലീസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇനി നിങ്ങൾ കമ്പനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ വർക്കിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും IFRS 16 ലീസിൻ്റെ കുറേയൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി, നല്ലൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് IFRS 16 ലീസ്. അപ്പോൾ എന്താണ് ലീസ്, എങ്ങനെയാണ് ഇത് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്, എന്താണ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ലീസ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ലീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ലീസ് എന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് നോർമലി ലീസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരോ കുടുംബക്കാരൊക്കെ ലീസ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ വീട് ലീസിന് എടുക്കാമെന്ന് കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ കാറ് ലീസിന് എടുക്കുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഇൻവോൾവ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നോർമലി ലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ വീട് ലീസിന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇയാളെ പേരെന്താണ്, ഇയാളെ പേര് ഇമ്മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇമ്മാനുവലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഒരു 6 മാസത്തേക്ക് ഞാൻ ഇമ്മാനുവലിൻ്റെ അടുത്ത് നിന്ന് ഒരു വീട് അല്ലെങ്കിൽ ഒരു കാറ് ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 1 ലക്ഷം കൊടുക്കും. ഇമ്മാനുവലിന് ആദ്യം ഞാൻ ആ കാറ് ലീസിന് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, 1 ലക്ഷം കൊടുക്കും. എന്നിട്ട് ഇത് തിരിച്ചു അതായത് 6 മാസം കഴിയുമ്പോൾ ഞാൻ കാറ് തിരിച്ചു കൊടുക്കും. ആദ്യം ഞാൻ 1 ലക്ഷം കൊടുക്കും, ഇമ്മാനുവൽ എനിക്ക് കാറ് തരും. എന്നിട്ട് 6 മാസം ഞാൻ ആ കാർ ഉപയോഗിക്കും. എന്നിട്ട് ഞാൻ ആ കാറ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇമ്മാനുവൽ എന്ത് ചെയ്യും, 1 ലക്ഷം തിരിച്ചു തരും. ഇതാണ് നിങ്ങൾ നോർമലി കേൾക്കുന്ന ലീസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ലീസ് സമ്പ്രദായം ഇതാണ്. പക്ഷേ അക്കൗണ്ടിങ് പ്രകാരം അല്ലെങ്കിൽ IFRS സ്റ്റാൻഡേർഡ് ലീസിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് പറയുന്ന സമയത്ത് ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർലി റെൻറ്റിന് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീടൊക്കെ റെൻറ്റിന് താമസിക്കാറുണ്ട്. അതേപോലെ തന്നെ അസറ്റുകൾ നമ്മൾ റെൻറ്റിന് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അസറ്റുകളൊക്കെ കമ്പനി റെൻറ്റിന് ഉപയോഗിക്കാറുണ്ട്. അതായത് വാടകയ്ക്ക് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ PGക്ക് താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾ ഈ കോഴ്സ് ACC പഠിക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കോഴിക്കോടാണ്, പിന്നെ കോഴിക്കോട് തന്നെ ഉള്ളവരുണ്ടാവില്ല, പലരും കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്? റെൻറ്റിനൊക്കെ അല്ലേ? മാസം നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്നില്ലേ? അതന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ അക്കൗണ്ടിങ് എൻട്രീസ് എല്ലാം ചെയ്യുന്നത് എന്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ്? കമ്പനിയുടെ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കമ്പനി ചില സമയത്ത് അസറ്റുകൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെൻറ്റിനെടുത്ത ബിൽഡിങ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ യൂസ് ചെയ്യുക, റെൻറ്റിനെടുക്കുക. അതായത് മാസം വാടകയായിരിക്കും കൊടുക്കുക റാദർ ദാൻ പർച്ചേസിങ്. ഓക്കെ, അപ്പം എന്തിനാണ് പർച്ചേസ് ചെയ്യാത്ത ലീസിനെടുക്കുന്നത്? ബൈ VS ലീസ്. നേരെ തിരിച്ച്, അതാണ് അതിൻ്റെ ശരി. ലീസ് VS ബൈ. എന്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ലീസിനെടുക്കുന്നത്? എന്തിനായിരിക്കട്ടെ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ലീസിനെടുക്കുന്നത്? എന്തൊക്കെയാണ് കമ്പനിക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? കമ്പനിക്ക് എന്തുവാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? പർച്ചേസ് ചെയ്യാതെ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാതെ ലീസിനെടുക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ്? ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ സ്റ്റോറി പോലെ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. എന്ത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മൾ തുടങ്ങുന്ന ബിസിനസ് എന്ന് പറയുന്നത് പുട്ടുപൊടി കച്ചവടം അല്ല, പുട്ടുപൊടി മാനുഫാക്ചറിങ്. ഓക്കെ, മാനുഫാക്ചറിങ് ഓഫ് പുട്ടുപൊടി. ഓക്കെ, അപ്പോൾ പുട്ടുപൊടി തുടങ്ങുകയാണ്, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പേരും വേണ്ട. എന്താ പേര് കൊടുക്കാം? MS പുട്ടുപൊടി എന്ന് കൊടുത്താലോ? MS എന്താ പറയുക? MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഷാമിൽ.
അപ്പം എം എസ് പുട്ടുപൊടി എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പുട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അസറ്റ് എന്ത് ചെയ്യണം, വാടകയ്ക്ക് എടുക്കണം, അസറ്റ് ലീസിന് എടുക്കണം. അല്ല, അസറ്റ് നമുക്ക് വേണം, ഒരു പുട്ടുപൊടി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെഷീന് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് ആണുള്ളത്, ഒന്നെങ്കിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ ലീസ് ചെയ്യാം. ലീസ് വി എസ് ബൈ ഡിസിഷനൊക്കെ എടുക്കുന്നത് ഓർമ്മ ഉണ്ടടാ, ഡിസിഷൻ ലീസ് വി എസ് ബൈ ഡിസിഷനൊക്കെ പി എമ്മിലൊക്കെ എടുത്തിട്ടുണ്ടാവും, പി എമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലീസ് ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ള ഡിസിഷനൊക്കെ നിങ്ങൾ. അപ്പം എൻ്റെ ചോദ്യം, ഇവിടെ വാങ്ങുന്നതിന് പകരം ലീസ് എടുത്താൽ എന്താണ് ഉപകാരം, എന്തായിരിക്കും ഉപകാരം? ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്, പല ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അപ്പം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ നോർമലി ഇവിടെ വന്നിട്ട് ഒരു 2 വർഷത്തെ കോഴ്സ് ചെയ്യാനൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഒരു എന്തായാലും 2 കൊല്ലം നമുക്ക് ഇവിടെ വേണമല്ലോ, 2 കൊല്ലം നമ്മൾ കോഴിക്കോട് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു വീട് അങ്ങോട്ട് വാങ്ങിയേക്കാം എന്ന് വിചാരിച്ച് 10-60 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് ഒരു വീട് പർച്ചേസ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്, മാസം 10,000 20,000 റെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതായത് 5 ആൾ കൂടിയിട്ട് 10,000 20,000 ഒക്കെ റെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ താമസിക്കുന്നു അല്ലേ? എന്തിനാടാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു 10-60 ലക്ഷം കൊടുത്തിട്ട് ഒരു വീടുണ്ടാക്കിക്കൂടെ? അത് ഫിനാൻഷ്യലി വയബിൾ ആണോ? അല്ലെങ്കിൽ അത്രയും കാശൊക്കെ അത്രയും ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആകെ 2 കൊല്ലത്തെ ആവശ്യമുള്ളൂ, അതിനൊരു വീടൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ലീസ് എടുത്താലുള്ള ഉപകാരം എന്ന് പറയുന്നത്. ലീസിന് വളരെയധികം തുച്ഛമായ പൈസ കൊടുത്താൽ മതി, മാസം റെൻറ്റ് കൊടുക്കുമ്പോൾ ചെറിയ പൈസ വരുള്ളൂ. നേരെ മറിച്ച് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഹ്യൂജ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ക്യാഷൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ ലീസ് എടുത്താൽ ഇതാണ് ഉപകാരം, നമുക്ക് വലിയൊരു സംഖ്യയൊന്നും 60 ലക്ഷം കൊടുക്കുന്നതിന് പകരം നമ്മൾ 2,000 റുപ്യക്ക് റെൻറ്റ് കൊടുത്താൽ മതി മാസം, 10,000 റെൻറ്റ് കൊടുത്താൽ മതി മാസം അല്ലേ? അപ്പോൾ ഇതാണ് ലീസ് എടുത്താലുള്ള ഉപകാരം എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് വേണ്ട പീരീഡിലോട്ട് എന്ത് ചെയ്യാം, ലീസ് എടുക്കാം. ഇപ്പം നിങ്ങൾ 2 കൊല്ലമാണ് താമസിക്കുന്നതെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ താക്കോലെടുത്ത് പോയി കഴിഞ്ഞാൽ സലാം, വേറെ പരിപാടിയൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ വീട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി, 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അത് വിൽക്കാൻ നടക്കണം, അങ്ങനത്തെ ചൊറകളൊക്കെ ഇഷ്ടം പോലെയാണ് അല്ലേ? അപ്പോൾ ലീസ് ചെയ്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാഷ് ഔട്ട്ഫ്ലോ വരില്ല, ക്യാഷൊക്കെ നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എത്ര കാലം വേണമെങ്കിലൊക്കെ ലീസ് എടുക്കാം നമ്മളെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ പുട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് 2 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കൊക്കെ ആണെങ്കിൽ ആ 5 കൊല്ലത്തേക്ക് ലീസ് എടുത്താൽ മതി. അതിനുശേഷം പുതിയ മെഷീനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പുതിയ മെഷീനിലോട്ട് പോവാം. ഇപ്പോൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ ആ വലിയൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നുമില്ല. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് ഉപകാരമാണ് ലീസിന്. എനിവേ, എന്തിനാണ് ലീസ് എടുക്കുന്നതെന്നൊന്നും നമുക്ക് തിയററ്റിക്കലി എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, FRൽ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പോൾ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുക, റെൻറ്റിന് ഗുഡ്സ് എന്ത് ചെയ്യുക, റെൻറ്റിന് അസറ്റ് എന്ത് ചെയ്യുക, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അസറ്റ് റെൻറ്റിന് എടുക്കുന്ന പരിപാടിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലീസ് എങ്ങനെയാണ് കമ്പനിയുടെ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാം, അതാണ് നമ്മളുടെ വിഷയം, അതാണ് നമ്മളുടെ FRയുടെ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള വിഷയം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, വാട്ട് ഈസ് ലീസ് എന്താണ്? ലീസ് എന്ന് പറയുന്നത് എ കോൺട്രാക്ട് ഫോർ ദ റൈറ്റ് ടു യൂസ് ആൻ അസറ്റ് ഫോർ എ പീരീഡ് ഫോർ ടൈം. ഒരു കോൺട്രാക്റ്റ് ആണ്, ആയിക്കോട്ടെ, കോൺട്രാക്റ്റ് ആണ് ഫോർ ദ റൈറ്റ് ടു യൂസ്. എന്തിനുള്ള കോൺട്രാക്റ്റ്? റൈറ്റ് ടു യൂസ് ആൻ അസറ്റ്, ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അതിലുള്ള കോൺട്രാക്റ്റ് ആണ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട് ഒരു അസറ്റ് ഉപയോഗിക്കാനുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ന് പറയുന്നത്, ലീസ് എന്ന് പറയുന്നത് അല്ലേ? കുറച്ച് കാലത്തേക്ക് വാടകയ്ക്ക് എടുക്കുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ പിന്നെ ഡെഫിനിഷൻ ഒന്നും FRന് ആവശ്യമല്ല, എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. FRന് SBRനാവുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനിഷനൊക്കെ കുറച്ചൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. ഇനി അണ്ടർലൈങ് അസറ്റ് എന്താണ്? അണ്ടർലൈങ് അസറ്റ് ഏത് അസറ്റാണോ നമ്മൾ ലീസിന് എടുക്കുന്നത് അതിനെയാണ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാറാണ് ലീസിന് എടുക്കുന്നത്, ഒരു മെഷീനറിയാണ് ലീസിന് എടുക്കുന്നത്, മെഷീനറിയാണ് അണ്ടർലൈങ് അസറ്റ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് ലീസിന് എടുക്കുന്നതെങ്കിൽ ബിൽഡിംഗ് ആണ് അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇൻ എ ലീസ് കോൺട്രാക്ട് വൺ പാർട്ടി നോൺ ആസ് ദി ലെസ്സർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെസ്സർ പ്രൊവൈഡ്സ് ആൻ അസറ്റ്. ആരാണ് അസറ്റ് കൊടുക്കുന്ന ആൾ? ലെസ്സർ ടു അനദർ പാർട്ടി. വേറൊരു പാർട്ടി ഉണ്ട്, അയാളെ പേരെന്താണ്? ലെസ്സി. ഓക്കെ, ഒന്ന് വൃത്തിക്ക് ഞാൻ നോട്ട് ചെയ്താണ് ശരാലോ. അപ്പോൾ ലെസ്സറും ഉണ്ട് ലെസ്സിയും ഉണ്ട്. ലെസ്സർ പ്രൊവൈഡ്സ് ആൻ അസറ്റ്. ലെസ്സറാണ് എന്ത് ചെയ്യുന്നത്? അസറ്റ് കൊടുക്കുന്ന ആൾ. ലെസ്സി ഫോർ ദെയർ യൂസ്. ലെസ്സിയാണ് എന്ത് ചെയ്യുന്നത്? അസറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്?
ആ അസറ്റിൻ്റെ മുതലാളി ആരാണോ ലീസിന് കൊടുക്കുന്ന അസറ്റ് അയാളാണ് എന്തെന്ന് പറയുന്നത് ലെസ്സർ, ഓണർ ഓഫ് ദി അസറ്റ്. ഇനി ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പൈസ കൊടുത്തിട്ട് റെന്റ് കൊടുത്തിട്ട് ആ അസറ്റ് ഉപയോഗിക്കുന്ന ആൾ, അയാളാണ് എന്തെന്ന് പറയുന്നത് ലെസ്സി. ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസിൻ്റെ അസറ്റ് ഉപയോഗിക്കുന്ന ആൾ, റെന്റ് കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾ. ലെസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ആ അസറ്റ് ലീസ് കൊടുക്കുന്ന ആൾ, ആ അസറ്റ് കൊടുക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ലെസ്സറും ഉണ്ട് ലെസ്സിയും ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ടേമാണ്. നമുക്ക് ഇവിടെ എഫ് ആറിൽ ലെസ്സി എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക, ലീസിനെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ലെസ്സി എങ്ങനെയാണ് ലീസിനെ അക്കൗണ്ട് ചെയ്യുക എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ലെസ്സറുടെ കാര്യം നമുക്ക് ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, അത് SBRൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ FRൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ലെസ്സി എങ്ങനെയാണ് ഒരു ലീസിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, ഒരു ലീസ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അതേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ലെസ്സി എങ്ങനെ അക്കൗണ്ട് ചെയ്യും, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലെസ്സി മസ്റ്റ് അസസ് വെദർ ദ കോൺട്രാക്ട് കണ്ടെയ്ൻ ലീസ്. അപ്പോൾ ഒരു കോൺട്രാക്ട് ലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ലെസ്സി ആദ്യം എന്ത് ചെയ്യണം, നിർണ്ണയിക്കണം. ലെസ്സി എന്ത് ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് ലീസ് ഉണ്ട് ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം, ആദ്യം തീരുമാനിക്കണം. ഇപ്പം നമ്മളെ കമ്പനിയുടെ പേര് മറന്നു പോകല്ല കേട്ടോ, MS പുട്ടുപൊടിയുടെ അക്കൗണ്ടന്മാരാണ് ആര്, നിങ്ങളെല്ലാവരും അക്കൗണ്ട്സ്മാരാണ്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ട ആ കോൺട്രാക്റ്റ് ലീസാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം, ആദ്യം അസസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ലെസ്സി അതായത് ലീസ് എടുക്കുന്ന ആൾ മസ്റ്റ് അസസ് വെദർ ദ കോൺട്രാക്ട് കണ്ടെയ്ൻ ലീസ്. ആ കോൺട്രാക്റ്റ് ലീസാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം, ആദ്യം നോക്കണം. എ കോൺട്രാക്ട് ഈസ് ഓർ കണ്ടെയ്ൻസ് എ ലീസ്. കോൺട്രാക്റ്റ് ലീസ് ആവും എപ്പോൾ, ഇഫ് ദ കോൺട്രാക്ട് കൺവേസ് ദ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് ആൻ ഐഡൻറ്റിഫൈഡ് അസറ്റ്. കോൺട്രാക്റ്റ് നൽകുന്നുണ്ട് ദ റൈറ്റ്. എടാ ഈ മഷി ഞാനൊന്ന് ചുമപ്പാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നു അല്ലേ, കാണുന്നില്ലല്ലോ. ഓക്കെ, കോൺട്രാക്റ്റ് നൽകുന്നുണ്ട് ദ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് ആൻ ഐഡൻറ്റിഫൈഡ് അസറ്റ്. അതായത് ആ കോൺട്രാക്റ്റ് കാരണം ലെസ്സിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ അസറ്റ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്, ആ അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്. ആ അസറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ കൺട്രോൾ കിട്ടുന്നുണ്ട് എന്ന്, അത്രയേ ഉള്ളൂ. അതായത് ഒരു അസറ്റ് യൂസ് കൺട്രോൾ ചെയ്യാൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതാണ് ലീസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ലെസ്സിക്ക് ആ അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ലീസാന്ന് പറയാം. ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റാന്ന് പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈഡ് അസറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ആ അസറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കൺട്രോൾ ആർക്ക് കൊടുക്കണം, ലെസ്സിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തുണ്ട് എന്ന് പറയാം, ലീസ് ഉണ്ട് എന്ന് പറയാം. അപ്പം അസറ്റിൻ്റെ കൺട്രോൾ കൊടുക്കണം, അതേപോലെ തന്നെ അതൊരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ആയിരിക്കണം. ഫോർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട്, ഇൻ എക്സ്ചേഞ്ച് ഫോർ കൺസിഡറേഷൻ, കുറച്ച് കൺസിഡറേഷന് വേണ്ടിയിട്ട് അല്ലേ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്താണോ അസറ്റ് റെൻറ്റിന് എടുക്കുന്നതിന് പകരം കൊടുക്കുന്നത്. നോർമലി പൈസയാണ് കൊടുക്കൽ. അപ്പോൾ ഒരു അസറ്റ് റെൻറ്റിന് എടുക്കുമ്പം ആ അസറ്റിൻ്റെ യൂസ് ലെസ്സിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ കുറച്ച് കാലത്തേക്ക് ലെസ്സി അതിന് പകരം ഒരു പൈസ കൊടുക്കുന്നുണ്ട് എങ്കിൽ, ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം, ലീസ് എന്ന് പറയാം. ആ ഒരു കോൺട്രാക്റ്റിന് നമുക്ക് എന്തായിട്ട് പറയാം, ലീസ് എന്ന് പറയാം. അപ്പോൾ ലീസിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്ത് ചെയ്യുന്നുണ്ട്, കൺവേസ് ദ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്, ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റ്. ഐഡൻറ്റിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഐഡൻറ്റിഫൈഡ് അസറ്റ് എന്താണ്, ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ സെപ്പറബിൾ ആയിട്ടുള്ള അസറ്റ്, ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള, അതായത് സെപ്പറേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അസറ്റ്. അപ്പം ഐഡൻറ്റിഫൈഡ് അസറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ യൂസ് ചെയ്യാനുള്ള അസറ്റിൻ്റെ യൂസ്
ആ അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ഇതിന് എന്താന്ന് പറയാം, ആ കോൺട്രാക്റ്റ് ലീസാ എന്ന് പറയാം. ഇനി ഇവിടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ട് കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ. ആൻ അസറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിഫൈഡ്, അസറ്റ് ഐഡൻറ്റിഫൈഡ് അല്ല. ആൻഡ് എ കോൺട്രാക്ട് ഈസ് നോട്ട് എ ലീസ്, അസറ്റ് ഐഡൻറ്റിഫയബിൾ അല്ല. ആൻഡ് കോൺട്രാക്ട് ഈസ്, അതുകൊണ്ട് തന്നെ ലീസ് അല്ല, കോൺട്രാക്ട് ലീസ് അല്ല. എപ്പം ഇഫ് ദ സപ്ലയർ ഹാസ് ദ റൈറ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഫോർ ആൻ ആൾട്ടർനേറ്റീവ് അറ്റ് എനി ടൈം ഇൻ ദി കോൺട്രാക്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സപ്ലയർക്ക് ഏത് സമയവും ഈ അസറ്റ് മാറ്റാൻ പറ്റുന്നുണ്ട് എങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ഐഡൻറ്റിഫൈഡ് അസറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ലീസ് ഇല്ല എന്നാണ് പറയുന്നത്. സപ്ലയർക്ക് റൈറ്റ് ഉണ്ട്, സപ്ലയറുടെ ആ റൈറ്റ് കാരണം എപ്പോൾ വേണമെങ്കിലും ആ അസറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് ലീസ് അല്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പുട്ടുപൊടിയുടെ മെഷീനറി വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ സപ്ലയർക്ക്, ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് സപ്ലയർക്ക് എപ്പോൾ വേണമെങ്കിലും ആ പുട്ടുപൊടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വേറൊരു അസറ്റ് തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൺട്രാക്റ്റ് ലീസാന്ന് പറയാൻ പറ്റില്ല. ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂഷൻ വെൻ എ റിപ്പയർ ഈസ് നെസസറി. റിപ്പയറിൻ്റെ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ 2 കൊല്ലത്തേക്കൊക്കെയാണ് ലീസെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ചെറിയൊരു റിപ്പയറിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. ആ സമയത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് വേറൊരു മെഷീൻ തരുന്നത് എങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ സപ്ലയർക്ക് റൈറ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്തുമില്ല, ലീസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലീസ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ ആ ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് ദി അസറ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ആ അസറ്റിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് എന്ത് ചെയ്യണം, ലെസിക്ക് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു കൺട്രോൾ ലീസാണെന്ന് പറയാൻ പറ്റുക.